Hi everyone, welcome to the next video of Learn with Sharu. ഇന്ന് നമ്മൾ കുട്ടികളുടെ പുസ്തകങ്ങളാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ചെറുപ്പം തൊട്ടിട്ട് വായനാശീലം കൂട്ടാനും അതുകൂടാതെ നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനും പറ്റിയ കുറച്ച് പുസ്തകങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയവർക്കും വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് രസകരമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയൊരു പുസ്തകത്തിലൊന്നാണ് പഞ്ചതന്ത്ര. നമ്മളെല്ലാവരും പഞ്ചതന്ത്ര കഥകൾ കുറേ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ വളർന്നതാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ ഗുണപാഠങ്ങളുണ്ടാവും, കുറേ ചിത്രങ്ങൾ നിറഞ്ഞതായിരിക്കും. പിന്നെ അതിൻ്റെ ലാംഗ്വേജ് ഭയങ്കര സിമ്പിളായിരിക്കും, കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇതിലത്തെ ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇംഗ്ലീഷും അതിൽ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുമാത്രമല്ല അവർക്ക് ഒരു ഇൻട്രസ്റ്റും തോന്നും അത് വായിക്കാൻ. അടുത്തത് നമ്മളൊരു നോവലാണ് നോക്കാൻ പോകുന്നത്. ഫേമസ് 5 എന്നാണ് ഇതിൻ്റെ പേര്. എഴുതിയിരിക്കുന്നത് ഇനിറ്റ് ബ്ലൈറ്റൻ എന്നുള്ളൊരു രചയിതാവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പേരിൽ തന്നെ കാണാം ഫേമസ് 5 എന്നുണ്ട്. അപ്പോൾ 5 പേരാണ് ഇതിലത്തെ മെയിൻ കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ 4 പേര് കുട്ടികളും ഒരെണ്ണം പട്ടിയാണ്. ഈ 5 പേര് എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നത്, അവരുടെ സാഹസികത, ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവർ നല്ല രീതിക്ക് നല്ല ഉദ്ദേശത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കാണാൻ കിട്ടും. ഈ പുസ്തകത്തിൻ്റെ 21 സീരീസ് ഉണ്ട്, അതായത് ഇതിൻ്റെ 21 പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇനിറ്റ് ബ്ലൈറ്റൻ്റെ വേറെ ഒരു കളക്ഷൻ അടുത്ത് പറയുകയാണെങ്കിൽ ചെറുകഥകളാണ്. നിങ്ങൾ അവരുടെ ചെറുകഥകൾ ഡെഫിനറ്റ്ലി വായിക്കണം, നല്ല നല്ല കഥകളാണ്. ഇതും നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാവുന്നതാണ്. പിന്നെ ഇനിറ്റ് ബ്ലൈറ്റൻ്റെ അടുത്തത് ഫേമസ് 5 പോലെ തന്നെ ഒരു ബുക്കാണ് സീക്രട്ട് 7. ഇതിലും കാണാം സീക്രട്ട് 7. ഇവരും ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു, നല്ല രീതിക്ക് പരിഹരിക്കുന്നു, ഒരു കുഴപ്പവും കൂടാതെ. പിന്നെ ഇവർക്കൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ മീറ്റിങ്ങിൽ വരണമെങ്കിൽ ഒരു പാസ്വേഡ് പോലെയുണ്ട്. അപ്പോൾ അത് പറഞ്ഞാലാണ് അവർക്ക് ആ മീറ്റിങ്ങിൽ കയറാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവർ മെയിൻ മെമ്പേഴ്സാണ് സീക്രട്ട് 7. സീക്രട്ട് 7 17 പുസ്തകങ്ങളുണ്ട്. ഇനിറ്റ് ബ്ലൈറ്റൻ്റെ ഏത് ബുക്കാണെങ്കിലും, ഫേമസ് 5 ആണെങ്കിലും സീക്രട്ട് 7 ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ വായിക്കാൻ കിട്ടും. നല്ല രസകരമായിട്ട് ഓരോ കാര്യങ്ങൾ വായിക്കാൻ കിട്ടും. അടുത്തത് റോൾഡ് ഡാൽ എഴുതിയ ഒരു നോവലാണ് ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ചാർലി ബക്കറ്റും വില്ലി വോങ്കയും. ചാർലി കാശില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. വില്ലി വോങ്ക ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഓണറും. അപ്പോൾ വില്ലി വോങ്ക ഒരു അവസരം കൊടുക്കുകയാണ് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ. ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയവർക്ക് മാത്രമേ ഈ അവസരം കിട്ടുള്ളൂ. അപ്പോൾ ചാർലിക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടുകയാണ്. അങ്ങനെ കുറച്ച് കുട്ടികൾക്കും ഇതുപോലെ ഒരു അവസരം കിട്ടും. അപ്പോൾ എന്താണ് ഈ ചോക്ലേറ്റ് ഫാക്ടറിക്ക് ഉള്ളിലുള്ളത് എന്നും അതുമാത്രമല്ല വില്ലി വോങ്കയുടെ എന്താണ് ഉദ്ദേശം എന്നും നമുക്ക് ഈ ബുക്കിലൂടെ കാണാൻ പറ്റും. നല്ലൊരു ബുക്കാണ്. അടുത്തതാണ് ദി ഡയറി ഓഫ് വിംപി കിഡ്. ഇത് എഴുതിയത് ജെഫ് കിന്നിയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോമിക്ക് പോലെയാണ്. ഇതിൽ വരച്ചിട്ടുമുണ്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് വായിച്ചും തീരും. അത് മാത്രമല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക്. ഇതിലത്തെ മെയിൻ കഥാപാത്രമാണ് ഗ്രെഗ് ഹെഫ്ലി. അപ്പോൾ അവനൊരു സീക്രട്ട് ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം അവൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിന് കുറേ സീരീസ് ഉണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട് ഇതിൻ്റെയും. അതുപോലെ നിങ്ങൾക്കും നല്ല നല്ല ബുക്ക് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.